ഹായ് ഫ്രണ്ട്സ്, കെഎംസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബൈക്ക് എടുക്കുന്ന ക്യാഷ് ഇതിന് വരുന്നുള്ളൂ. സത്യം ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ കുറച്ച് കാലമായി കർണാടകയിൽ കാറിൻ്റെ സെയിൽസും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അതിന് താഴെ 1.5 ലക്ഷം രൂപ മുതൽ 2015, 16, 17 മോഡലിലുള്ള നിസാൻ കമ്പനിയുടെ മൈക്ര, സണ്ണി, അതുപോലെ മാരുതിയുടെ സ്വിഫ്റ്റ്, റിക്സ്, ഡിസൈർ, അതുപോലെ ഹുണ്ടായുടെ വണ്ടികൾ 1.5 ലക്ഷം മുതൽ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ സ്വന്തമാക്കാം. ആദ്യം മുതലേ ഒരുപാട് ആളുകൾ ബോംബെയിലും ഡൽഹിയിലും പോയി MHDL വണ്ടികൾ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്ക് എടുക്കുന്ന ക്യാഷ് കൊണ്ട് ഒരു ഫാൻസി കാറ് നമുക്ക് സ്വന്തമാക്കാം. ഫാമിലിയുമായി പോവാൻ ചെറിയ ബഡ്ജറ്റിൽ ഒരു കാറ് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ പിന്നെ മറ്റൊന്നും നോക്കിയില്ല, ഏതായാലും നേരിട്ട് ഇവിടെ വന്ന് കാഴ്ചകളെല്ലാം കാണാം, ഇതിനെക്കുറിച്ച് പഠിക്കാം. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു കാറ് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളൊരു സുഹൃത്തുണ്ട്, ഉമ്മർ, ഞങ്ങളെ മാണിക്കക്കല്ല്, അവനക്ക് ഒരു ട്രാവൽസ് ഉണ്ട്, അൽഹയാൻ ട്രാവൽസ് വളാഞ്ചേരിയാണ്. അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ ടപ്പേന്ന് ശരിയാക്കി തന്നു. അല്ലെങ്കിലും പാസ്പോർട്ടിൻ്റെയും ടിക്കറ്റിൻ്റെ വിസയുടെ ഒക്കെ കാര്യത്തിൽ ആൾ വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ 2-3 യാർഡിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്, ഒരുപാട് കാറുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ നാട്ടിലെത്തിക്കുക, എത്രയാണ് ഇവിടെ നമുക്ക് ബഡ്ജറ്റ് വരിക, വേറെ എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് അതിനുള്ളത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കാഴ്ചകളും നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മുടെ കയ്യിൽ ചെറിയ ഒരു ബഡ്ജറ്റേ ഉള്ളൂ,
നമുക്കൊരു കാറ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതുപോലെ ഇവിടുന്ന് വാഹനങ്ങളെടുത്ത് ഇവിടുന്ന് കാറെടുത്ത് നാട്ടിൽ കൊണ്ടുപോയി അൾട്രേഷൻ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് അവിടെ ഉപയോഗിക്കുന്ന വണ്ടി ഭ്രാന്തന്മാർക്കും വാഹനപ്രേമികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങളെ കുറച്ച് യാത്രാ കാഴ്ചകളും അതുപോലെ ഇവിടെ വന്ന് അമ്പരപ്പിക്കുന്ന കാഴ്ചകളുമെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം. എന്തുകൊണ്ടൊരു ബൈക്ക് എടുക്കുന്ന ക്യാഷിന് നമുക്കൊരു ഫാൻസി കാർ മേടിച്ചുകൂടാ? 2015, 16, 17 മോഡലിലുള്ള വളരെ തുച്ഛം കിലോമീറ്റർ, വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഒരു വലിയ കമ്പനിയുടെ ഒരു യാർഡിലാണ് വാഹനങ്ങളെല്ലാം കൂടി നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യത്യസ്തമായ പുതുപുത്തൻ വീഡിയോസ് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കാറ് എടുക്കുന്ന യാർഡ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യാർഡിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വന്ന് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ നദീമിൻ്റെ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞങ്ങളകത്ത് കയറി കാണുകയാണ്. ഇവർ നമ്മുടെ മലപ്പുറം എടവണ്ണയിലുള്ളതാണ്. ഇവരെ നമ്മൾ യാർഡിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കണ്ടതാണ്. ഇവരും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ 25 വണ്ടിയോളം ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പേഴ്സണൽ യൂസിങ്ങിനും അതുപോലെ കുറച്ച് കൊടുക്കാനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരുമിച്ചൊക്കെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് കുറഞ്ഞു കിട്ടും. ഹായ്, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ വണ്ടികളെല്ലാം ഇനി വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ ഇവിടുന്ന് കാറ് കിട്ടാനുള്ള കാരണമെന്ന് നിങ്ങൾക്കറിയണ്ടേ. നമ്മുടെ എയർപോർട്ടിൽ അതുപോലെ മറ്റുള്ള വലിയ വലിയ കമ്പനികൾ, നമ്മുടെ മാരുതി, നിസാൻ, ഹുണ്ടായി എന്നിങ്ങനെയുള്ള കമ്പനികളുടെ അടുത്ത് നിന്നും ഒരുപാട് വണ്ടികൾ അവരെ കമ്പനി ആവശ്യത്തിന് വേണ്ടി ഒരുപാട് വണ്ടികൾ ബൾക്കായിട്ട് അവർ മേടിക്കും, അവർ വാങ്ങിക്കും. അതിനുശേഷം 2-3 കൊല്ലം അവർ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന യാർഡിൽ ഇതുപോലുള്ള ഇവർക്ക് ഈ കമ്പനിക്ക് അവർ ഈ വണ്ടികളെല്ലാം കൂടി ഒരുമിച്ച് ബൾക്കായി തന്നെ കൈമാറും. അതിൽ നിന്നുമാണ് നമുക്ക് ഈ വണ്ടികൾ കിട്ടുന്നത്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ വണ്ടികളെല്ലാം വെള്ളം കയറിയതാണോ, ഫ്ലഡിൽപ്പെട്ട വണ്ടികളാണോ എന്നൊരു സംശയം ഉണ്ടാവും. ഒരിക്കലുമല്ല. ഇതൊരു 2 കൊല്ലം ഇവിടെ കർണാടകയിൽ ടാക്സി ആയിട്ട് ഓടിയതും അതിനുശേഷം ഒരു 1.5-2 വർഷത്തോളം ഇവിടെ നിർത്തിയിട്ടതുമായ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് കംപ്ലീറ്റ്. ഒരിക്കലും വെള്ളം കയറിയ വണ്ടിയുടെ ആ ഗണത്തിൽപ്പെട്ട വണ്ടികളേ അല്ല ഇത്. ഒരു കാരണവശാലും നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് വണ്ടികൾ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തു പോകാൻ കഴിയില്ല. കാരണം ഇവിടെ വണ്ടികൾ അവർ കൊടുക്കുന്നത് ഇവിടുത്തെ ഏജൻറ്റുമാരുണ്ട്, അതിൽ നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇവിടുത്തെ ഏജൻറ്റുമാരായിട്ടുണ്ട്. അവരെ വന്ന് കണ്ട് യാർഡിനകത്ത് കയറി നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സെലക്ട് ചെയ്ത് അവർക്ക് ഈ കമ്പനിക്ക് ലിസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം 3 ദിവസത്തിനകം പേപ്പർ ക്ലിയർ ചെയ്ത് വണ്ടിയും പേപ്പറും കൂടെ നമുക്ക് ഏജൻറ്റ് മുഖേന നമുക്ക് കൈമാറും.
എന്നാലും നമുക്ക് ആ ചെറിയ ഫണ്ട് തന്നെയാണ്, ചെറിയ ബഡ്ജറ്റ് തന്നെയാണ് വരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറിന് ശരാശരി 2 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പുറമെ ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 60,000 രൂപയോളം നിങ്ങൾക്ക് KA രജിസ്ട്രേഷനിൽ നിന്ന് KL രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവ് വരും. അതുകൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഏജൻറ്റുമാരില്ലാതെ ഡയറക്റ്റ് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10-15 വണ്ടികൾ നമ്മൾ ഇവിടുന്ന് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവർ വണ്ടി തരും. അല്ലാതെ 1-2 വണ്ടികളൊന്നും നമുക്ക് ഇവിടുന്ന് വന്ന് ഡയറക്റ്റ് കണ്ട് എടുത്ത് പോകാൻ കഴിയില്ല. ഇവിടുത്തെ ഏജൻറ്റുമാർ 200, 300, 500 വണ്ടികൾ ഒരുമിച്ച് ഇറക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സമീപിക്കുക തന്നെ ആവും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾ പുറത്തു നിന്നൊക്കെ വണ്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ, പേപ്പറിൻ്റെ കാര്യത്തിൽ വണ്ടിയുടെ പേപ്പേഴ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ പിന്നീട് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഈ കാര്യത്തിൽ ആ പേടി വേണ്ട. കാരണം നമുക്കിത് തരുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി അവിടുന്ന് ഇറക്കി തരുന്നുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ കാർ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിലും എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, തിരിച്ച് ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കും ചെറിയ എമൗണ്ടിൽ നല്ല വൃത്തിയുള്ള കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വളരെ നല്ല ഒരു കാറ് സ്വന്തമാക്കാം. തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റിലൂടെയോ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഒരു മെസ്സേജ് ചെയ്താലോ മതി, ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം കുറഞ്ഞ ചിലവിൽ ചെറിയ എമൗണ്ടിൽ നല്ലൊരു കാർ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർക്കെല്ലാവർക്കും ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. ഇത് യാർഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന വണ്ടികൾ അവർ റണ്ണിങ് കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് തരികയാണ്. 1-2 കൊല്ലം നിർത്തിയിട്ട കാരണം കൊണ്ട് തന്നെ എല്ലാ ബാറ്ററിയും ഡൗൺ ആവും. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളെ ബാറ്ററി ഒന്നാണ്ട് ചേഞ്ച് ചെയ്താൽ ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ യാത്രാ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു. ഇനി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട്. അതും കൂടെ അറിയണം. അവിടേക്ക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് പെട്ടെന്ന് ചെന്നാലൊന്നും നമുക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ട വാഹനം എടുത്ത് പോരാനൊന്നും കഴിയില്ല. അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു കാറ് ഞങ്ങളും സ്വന്തമാക്കി. ഞങ്ങൾ സ്വന്തമാക്കിയ വാഹനം നിസാൻ കമ്പനിയുടെ, മുസ്ലിങ്ങൾക്ക് ഇവൻ സുന്നി, ക്രിസ്ത്യാനികൾക്ക് ഇവൻ സണ്ണി, ഹിന്ദുക്കൾക്ക് ഇവൻ എസ് ഉണ്ണി. അതെ, ഇവനെ ഞങ്ങളങ്ങ് പൊക്കി. കമ്പനിയുടെ സണ്ണിയാണ് ഞങ്ങൾ എടുത്ത കാറ്. 2017 മോഡൽ, 70,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ബഡ്ജറ്റ് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ താഴെയാണ് വന്നിട്ടുള്ളൂ. നെറ്റ് എമൗണ്ട് പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് ബിസിനസ്സിനെ ബാധിക്കും. അതുപോലെ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് അവിടെ ഇഷ്ടപ്പെട്ട വാഹനം തിരഞ്ഞെടുത്ത് പോരാനൊന്നും പറ്റില്ല. അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അവർ ഏജൻറ്റുമാരുണ്ട്, അവർക്ക് മാത്രമേ അവർ വണ്ടി ലിസ്റ്റ് ഇട്ടിട്ട് കൈമാറുള്ളൂ. കൂടുതൽ വണ്ടികൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞ് കിട്ടും. എത്രത്തോളം വണ്ടികൾ 5-10 വണ്ടികൾ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ പ്രോഫിറ്റ് വരും. ഒരു വണ്ടി മാത്രമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ കഴിയില്ല. അവിടെ അവർ വണ്ടി കൊടുക്കുന്ന ഏജൻറ്റുമാരുണ്ട്, നമ്മൾ അവരെ സമീപിക്കുക തന്നെ വേണം. അവരെ വണ്ടി തരുള്ളൂ. ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ 2 സംതിങ്ങിന് നമുക്ക് ബഡ്ജറ്റിൽ കിട്ടും. എങ്കിലും കുറച്ച് കൂടുതൽ 5, 10, 15 വണ്ടികൾ ഒരുമിച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ അതിൽ കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരോട് സംസാരിച്ചിട്ട് വണ്ടികൾ എടുത്ത് പോരാൻ കഴിയും. ഒരു വണ്ടി മാത്രമായിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് പോരാൻ കഴിയില്ല. നമ്മൾ എടുത്ത് പോരുന്ന വണ്ടികൾ പേപ്പേഴ്സ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ബാറ്ററി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഫുൾ റണ്ണിങ് കണ്ടീഷനിൽ വണ്ടി നമുക്ക് അവിടുന്ന് തരും. നമ്മൾ യാർഡിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആക്കിയിട്ട് തരും. NOC കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം 1 മാസത്തിനകമാണ് നമുക്ക് കയ്യിൽ എത്തുള്ളൂ. നമ്മൾ ഏജൻറ്റിലൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റ് നമുക്ക് വിളിക്കും. ആ സമയത്ത് നമ്മൾ RC അങ്ങോട്ട്
അയച്ചു കൊടുത്താൽ മതി. തിരിച്ചെല്ലാ പേപ്പേഴ്സും കൂടെ 5 ദിവസത്തിനകം നമ്മളെ കയ്യിലെത്തും. അതിനുശേഷം നമ്മളെല്ലാ പേപ്പറും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഏത് RT ഓഫീസിൻ്റെ കീഴിലാണോ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി KL രജിസ്ട്രേഷനും അതോടൊപ്പം നമ്മളെ പേരിലും ആയി മാറി കിട്ടും. വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് നമുക്ക് അവിടുന്ന് തരിക. അതുപോലെ വണ്ടി എങ്ങനെയാണോ ഓലെ കമ്പനിയിൽ വന്ന് ഇട്ടിട്ടുള്ളത്, എങ്ങനെയാണോ അവർ കൊടുന്നിട്ടിട്ടുള്ളത്, അതുപോലെ നേരെ ഡയറക്റ്റ് നമുക്ക് തരികയാണ് ചെയ്യുക. അവരായിട്ടൊരു വർക്കോ കാര്യങ്ങളോ അതുമേ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. വണ്ടി എങ്ങനെയാണോ ആ യാർഡിൽ എത്തിയിട്ടുള്ളത് അതുപോലെ നേരെ ഡയറക്റ്റ് നമുക്ക് അവർ വണ്ടി കൈമാറും. അതിൽ ചെറിയ ബോഡി വർക്ക് ഉണ്ടാവാം, മറ്റ് പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ അതുപോലെ നമുക്ക് ഡയറക്റ്റ് അവർ തരികയാണ് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയെടുക്കുക എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്ന് നമ്മൾ നോക്കിയെടുക്കുക. ഇഞ്ചൻ ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കും. ഏകദേശം 70,000, 80,000, 90,000 ഒക്കെ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് ശരാശരി ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പമ്പിലേക്ക് എത്തിക്കാനുള്ള എണ്ണയും അതിലുണ്ടാകും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ കാർ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ ഒരുപാട് ഏജൻറ്റുമാരുണ്ടാവും. ഡയറക്റ്റ് ചെന്നിട്ട് അവരെ അടുത്ത് പെടാതിരിക്കുക, കുടുങ്ങാതിരിക്കുക, പൈസ കയ്യിൽ നിന്ന് പോവാതിരിക്കുക, കളയാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്ക്